അല്ല, ഇതിലെവിടെയാ പ്രേമേ ദേവികയുടെ ഭാഗത്ത് തെറ്റ്? ഇഷ്ടമില്ലാത്തതിനോട് ഒറ്റയ്ക്ക് നോ പറയുന്നതാ നല്ല പെൺകുട്ടികളുടെ ശീലം. ശരത്തിന്റെ ചേട്ടന് വേറെ കല്യാണം കഴിക്കാമായിരുന്നല്ലോ. ഈ ലോകത്ത് ദേവികയല്ലാതെ വേറെ പെണ്ണിനെ കിട്ടില്ലേ? ആ, ഈ ചോദ്യം അച്ഛൻ ചോദിക്കേണ്ടതേ അച്ഛന്റെ മോനോടാ, സിദ്ധുവിനോട്. ശരി, ദേവിക തെറ്റുകാരിയാണെന്ന് നിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ അതിന് നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നത് എന്തിനാ? അതെ, അവൾ ഈ വീടിന്റെ പൊതു ശത്രു ആയതുകൊണ്ട്. പ്രേമേ, പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാ, ദേവിക ഈ വീട്ടിന്റെ ശത്രു അല്ല. ഈ വീട്ടിലെ വെളിച്ചമണയാതെ പൊതിഞ്ഞു പിടിച്ചവളാ അവള്. പിന്നെ ഈ വീടിന്റെ മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്ന കാവൽ മാലാഖ. എന്റെ അച്ഛന് വേറെ ജോലിയൊന്നുമില്ലേ? കടുവയോട് നേർക്ക് നേർ പോരുന്നതിനേക്കാൾ റിസ്ക്കാണ് കഴുതയോട് തർക്കിക്കുന്നത്. നിങ്ങൾ അമ്മായി അച്ഛനും മരുമോനും ഭയങ്കര ബുദ്ധിമാന്മാരാ. നീ വാടി വച്ചേ, ഇവർക്ക് നേരം വെളുക്കാനേ ഇനി സമയം എടുക്കും. സിദ്ധണ്ണ ഇങ്ങനെ നോക്കുന്ന? ഇതെന്താ? ഇത് ജ്യൂസ്. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇതുമായിട്ട് വന്നത് എന്തിനാണെന്നാ ചോദിച്ചേ? സിദ്ധുവിന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ? ഇതേ ടൊമാറ്റോ ജ്യൂസാ.